നമ്മൾ പാലക്കാടുകാർക്ക് ദോശ, ഇഡ്ഡലി, സാമ്പാർ ഇതൊന്നും ഇല്ലാത്ത രാവിലെകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്ന് നല്ല വറുത്തരച്ചൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പരിപ്പ് വേണം. അപ്പോൾ പരിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ബോട്ടിലൊക്കെ ആക്കി വെച്ചു. ഞാൻ ഒരു 2 ദിവസത്തിനുള്ള സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 3-4 അടപ്പിനെങ്കിലും എടുത്തിട്ടുണ്ടാവും കേട്ടോ പരിപ്പ്. അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, തേങ്ങയൊക്കെ വേണം. പരിപ്പിലോട്ട് ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളും അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട്. അതിലൊരു തക്കാളി ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വറുത്തരച്ചെടുക്കണം. ഉലുവയും ചെറിയ ജീരകവും എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഇവിടെ ഒരു 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് ചുവക്കിനെ വറുത്ത ശേഷം മല്ലിപ്പൊടി ഒരു 3 സ്പൂണ്, പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ 1.5, അല്ലാത്തത് 1.5, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട്, സാമ്പാർ പൊടി ഒരു 2-3 സ്പൂണ് എൻ്റെ വക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമൊന്നുമില്ല കായപ്പൊടി ഉണ്ടെങ്കിൽ. പിന്നെ ഇതാ കഷ്ണങ്ങളൊക്കെ വേവിച്ച ശേഷം നമുക്ക് പരിപ്പ് മിക്സ് ചെയ്തു. അതുപോലെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്ത നമ്മുടെ തേങ്ങ മിക്സ് ചെയ്തു. ഉപ്പ്, കറിവേപ്പില, പുളി എല്ലാം പാകത്തിന് മിക്സ് ചെയ്ത് തിളച്ചെടുത്ത ശേഷം നമ്മൾ കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ടിട്ട് താളിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച സാമ്പാർ.